ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നോമ്പൊക്കെ തുടങ്ങിയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി? ഞാൻ എന്തായാലും ഒരു റമളാൻ ജേണൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് ഇങ്ങനെ മാറുന്നതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ബാക്ക്ഗ്രൗണ്ടും സെറ്റാക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലല്ലല്ലോ കാര്യം അല്ലേ? ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നൊരു റമദാൻ ജേണൽ അങ്ങ് ചെയ്യാം. ബൈ ഞാൻ ഈ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? അതിനൊരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ വിചാരിച്ച രീതിയിൽ പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ നാട്ടിൽ തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെ കണ്ണൂർക്ക് ട്രെയിൻ കയറുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഈ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, റമദാൻ ആണെങ്കിലും ഈദ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ഒക്കേഷണലായിട്ട് മീനിങ് ആയിട്ടുള്ള ഒരു ജേർണൽ ചെയ്യണമെന്ന്. പിന്നെ ഇതൊരു റമളാൻ ജേണൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കുറച്ച് സീനായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങി അവസാനം അവിയൽ പരുവത്തിലായ ഈ ഒരു ജേണലിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടുമേ സ്വാഗതം. ഈ ഓണപ്പൂക്കളം ഇട്ട് നിൽക്കുന്നതൊക്കെ നമ്മളെ സ്റ്റിക്കേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര സ്റ്റിക്കേഴ്സിന്റെ ആവശ്യം ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ചാ പ്രിന്റ് എടുക്കുക. അപ്പൊ പിന്നെ അതിൽ വേണ്ടതും വേണ്ടാത്തതും എല്ലതും ഉണ്ടാവും. വേണ്ടത് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണ്ടാത്തത് അങ്ങ് മാറ്റി വെച്ചാൽ മതി. കണ്ടോ ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ടായിട്ട് ഞാൻ ആകെ സെലക്ട് ചെയ്തത് ഈ ഒരു സ്റ്റിക്കേഴ്സ് മാത്രമാണ്. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങനെ പരത്തി വെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, എടാ ഈ ജേണൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. നമ്മളെ തലയിലൊരു സാധനം ഉണ്ടെങ്കിലും ചെയ്തു വരുമ്പോൾ അത് വേറെ എന്തെങ്കിലും സാധനമായി പോകും. ഇതിപ്പോ ഞാൻ ഏതൊക്കെ സ്റ്റിക്കേഴ്സ് എവിടെയൊക്കെ ഒട്ടിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇപ്രാവശ്യമാണെങ്കിൽ ഞാൻ സ്റ്റിക്കേഴ്സ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് പ്രിന്റ് എടുത്തിട്ടുള്ളൂ. പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. സോ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് വരച്ചിട്ടും കുത്തിയിട്ടൊക്കെ ഉണ്ടാക്കണം. ഈ സൈഡിൽ കാണുന്ന ഈ പാറ്റേൺ പേപ്പറിന്റെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതിനോട് ഒരു പ്രസക്തി ഇല്ല. പക്ഷെ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒരു ജേണൽ ചെയ്തത് ഓർമ്മയുണ്ട്. അതിന് വന്നൊരു കഷ്ണത്തിന്റെ ബാക്കിയാണ് ഇത്. അപ്പൊ അത് ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ബാക്കി വന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ആ സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പരിപാടി തുടങ്ങാം. പിന്നെണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ഡയലോഗെല്ലാം കേട്ടിട്ട് നിങ്ങളത് വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ജേണൽ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ ക്രിയേറ്റിവിറ്റി എല്ലാം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാക്കി കൂട്ടിയാൽ തന്നെ അത് ജേണലായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ പാറ്റേൺ പേപ്പേഴ്സ് കൂടുതലില്ലായിരുന്നു. പിന്നെ ഞാൻ പെൻസിൽ വെച്ചിട്ട് കുറച്ച് പാറ്റേൺ ഒക്കെ വരച്ച് അങ്ങ് ഉണ്ടാക്കുക ചെയ്ത്. ഞാൻ കഷ്ടപ്പെട്ട് ആലോചിച്ചുണ്ടാക്കിയ 2 പാറ്റേണുകളാണ് ഈ താഴെയും മേലെയും കാണുന്ന കുത്തുകുത്തും വരയും. പിന്നെ റമദാൻ ജേണലാണല്ലോ, സോ ഞാൻ ഒരു ആവേശത്തിൽ ആദ്യം തന്നെ സെന്ററിൽ കൊണ്ടുപോയിട്ട് റമദാൻ ജേണൽ എന്നങ്ങ് എഴുതിപ്പോയി. ശരിക്കും എന്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ തോന്നി. സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും അത് വെച്ചിട്ട് അങ്ങ് ചെയ്യാം. ഇപ്പൊ നമ്മളെ പ്ലാൻ വെച്ചിട്ട് സ്റ്റിക്കേഴ്സ് എവിടെ എന്താന്നുള്ളതൊക്കെ എന്റെ മൈൻഡിലുണ്ട്. നമ്മളത് വെക്കുകയും ചെയ്ത്. പക്ഷേ നീ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കൊണ്ടു, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെയാണ്, അങ്ങനെ വരൂ. അപ്പം നമ്മൾ പാറ്റേണുകളെല്ലാം വരച്ചു, സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് പാറ്റേണുകളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം അതിനെല്ലാം ഒന്ന് കളർ ചെയ്യണം. താഴെയും മേലെയായിട്ട് 2 തരം പാറ്റേണുകളാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. സോ നമ്മൾ 2 കളറിലാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സൈഡിൽ കുറെ വരകളും അതുപോലെ തന്നെ റമളാൻ ജേണൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. അതിന് നമുക്ക് ബ്ലാക്ക് ഇങ്ക് ആണ് വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ബ്ലാക്ക് പെൻ അല്ല, ഇതൊരു ജെൽ പെൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ജെൽ പെൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ദിസ് വൺ ഈസ് റിയലി നൈസ്. സത്യം പറഞ്ഞാൽ ഈ ബോർഡർ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് വരക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വീഡിയോ കൂടി എടുക്കുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, കൈയൊക്കെ ഇങ്ങോട്ട് വിറക്കുണ്ടായിനോ ചെയ്യുമ്പോൾ. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടോ എന്ന് എനിക്കൊരു സംശയം. സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കണ്ടിരുന്നു. അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച് വെച്ച കുറച്ച് പാടുകൾ ഉണ്ടാവും. അതൊക്കെ റബ്ബർ വെച്ചിട്ട് ഒന്ന് കളയാം. ഇനി നമ്മൾ സെൻറ്ററിൽ എഴുതിയ ഈ റൈറ്റിങ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ കൊടുക്കണം. ഇത് നോർമൽ സ്കെച്ച് പെൻ അല്ല, ബ്രഷ് പെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം ഞാൻ ആദ്യം ഇതിന്റെ സെന്റർ ഭാഗത്തൊക്കെ ബ്രഷ് പെൻ വെച്ച് ചെയ്തിട്ട് പിന്നെ സൈഡും അത് മുക്കും മൂലയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജെൽ പെൻ ഉണ്ടല്ലോ, നോർമൽ പെൻ, അത് വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പാളി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കണ്ട, സിമ്പിളായിട്ട് എഴുതിയാൽ മതിയേനു. ഞാൻ മിനുക്ക് പണി ചെയ്ത് അവസാനം മൊത്തത്തിൽ അങ്ങ് കുളമായി പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് മാറ്റാനൊന്നും മൂഡ് വന്നില്ല. ഞാൻ അതിന്മേൽ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ താഴെ മേലും കുറച്ച് പാറ്റേൺസ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതെല്ലാം കളറൊക്കെ ചെയ്ത് അങ്ങ് സെറ്റാക്കുക. സോ അതിനെല്ലാം ശേഷം നമ്മൾ നേരത്തെ കുറേ സ്റ്റിക്കേഴ്സ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതെല്ലാം സ്റ്റിക്ക് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓരോ സ്റ്റിക്കേഴ്സും എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ എവിടെ വെച്ചെന്ന്? ഉണ്ടാവില്ല, എനിക്ക് തീരെ ഓർമ്മയില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ഐഡിയ അനുസരിച്ച് ഉള്ളിടത്തൊക്കെ അങ്ങ് വെക്കാം. വെയിറ്റ് ഇപ്പോ പേജ് നിറച്ച് സാധനമുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ സ്റ്റിക്കേഴ്സ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ കണ്ടന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ജേർണൽ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ സീനില്ല, നമുക്ക് നേരെ അങ്ങ് എഴുതി പോയാൽ മതി പെന്ന് വെച്ചിട്ട്. പക്ഷെ വീഡിയോയും കൂടെ എടുക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു സാധനം വരുള്ളൂ കൂടെ. അപ്പോൾ പിന്നെ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പെൻസിൽ കൊണ്ട് ആദ്യം തന്നെ വരയ്ക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇതാണ്. പിന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഭൂലോക കാര്യങ്ങളൊന്നുമല്ല. ലൈക്ക് നമ്മൾ റമദാനിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് റമദാൻ കോഡ്സ്, കുറച്ച് ഇസ്ലാമിക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോടാ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ 1-2 സ്പേസ് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഈ റമദാൻ എന്ന് പറയുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയ എന്തെങ്കിലും പാടോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ജേർണലിന്റെ ഫൈനൽ ലുക്ക്. നല്ല ചെറുപറായിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അതും ഒറ്റ ദിവസം ഇരുന്നിട്ട്. പിന്നെ ഇതിന്റെ ഷോർട്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ്സിൽ വന്നിട്ട് അടിപൊളി, ഫാന്റാസ്റ്റിക്, ഫാന്റാബുലസ്, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയണമെന്ന്. അതിന്റെ കുട്ടികളെ നല്ല കൃത്യമായിട്ട് അനുസരിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ചാനലിന്റെ ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം, നമുക്കിനിയും ചെയ്യാട്ടോ. ഇനി പറയാൻ പോകുന്നത് സംഭവം ക്ലീശയാണ്, പക്ഷെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് കാണാം. ഇനിയിപ്പോൾ ഞാനായിട്ട് കുറക്കുന്നില്ല. സോ നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.